ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടങ്ങുകയാണ്. അടുത്തൊരു മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ സന്തോഷ പ്രകടനങ്ങളെല്ലാം ഈ പരിപാടിയുടെ ജീവനാണ്. അടുത്ത ഒരു മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ചു പോകുന്നു. തുടങ്ങുകയാണ് വർദ്ധിത വീര്യത്തോടെ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പതിവ് പോലെ നിങ്ങൾക്ക് വിളിക്കാനും ഈ പരിപാടിയിൽ ഇടപെടാനുമുള്ള മൊബൈൽ നമ്പർ പറയുകയാണ്. വാട്സപ്പ് നമ്പറാണ് 6235968937. ഈ നമ്പർ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. ഈ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ദൃശ്യങ്ങൾ അയക്കാം. അതുപോലെ നിങ്ങൾക്ക് വാർത്തകളും പങ്കുവയ്ക്കാം. അതേപോലെ നിങ്ങൾക്ക് തത്സമയം പ്രതികരിക്കാൻ ഒരു ലാൻഡ് ലൈൻ നമ്പറുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ ടെലിഫോൺ നമ്പറാണിത്. ഈ ലാൻഡ് ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. 048428400510. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കിട്ടും. ഏതെങ്കിലും ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോഴോ ഏതെങ്കിലും ഒരു സ്റ്റോറി സംപ്രേഷണം ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം എന്ന് തോന്നിയാൽ ആ നിമിഷം നിങ്ങൾക്ക് വിളിക്കാവുന്ന ലാൻഡ് ലൈൻ നമ്പറാണിത്. 28305110. 0484 STD കോഡ്. അപ്പോൾ നിങ്ങളുടെ വിളികൾ വേണം. അതേപോലെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ 24 നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ അവിടെ ചാറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ അവിടെ ഇടാം. അപ്പോൾ വിളികളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു മണിക്കൂരം നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കുന്നു, ഒന്നിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ പരിപാടി തുടരുകയാണ്. ആദ്യം ഞാൻ പോകുന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. നിങ്ങൾക്കറിയാം, റിയാദ് ജയിലിൽ നമ്മുടെ ഫറൂഖ് അബ്ദുൾ റഹീം വധശിക്ഷ കാത്ത് കഴിയുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു മോചനദ്രവ്യം 34 കോടി രൂപയാണ് നമ്മൾ പിരിച്ചെടുത്തത്. ആ 34 കോടി രൂപ വിദേശ മന്ത്രാലയം വഴി ഇന്ത്യൻ എംബസിക്ക് കൈമാറി എന്ന സന്തോഷകരമായ വാർത്ത വരുന്നു. ഈ വാർത്തയിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൾ റഹീമിൻ്റെ മോചനം കുറച്ചുകൂടി എളുപ്പമാകുന്നു, കുറച്ചുകൂടി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും അബ്ദുൾ റഹീം നിയമസഹായ സമിതിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് പണം കൈമാറിയത്. ഈ പണം ശരിക്കും അവിടെ 34 കോടി രൂപ ഇന്ത്യൻ എംബസിക്ക് കൈമാറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തത്സമയം ചേരുകയാണ്. ജലീൽ, ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ മോചനത്തിനുള്ള സാധ്യതകൾ കുറച്ചുകൂടി തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഉമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഫറൂഖൽ ഈ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ആ ഉമ്മയ്ക്ക് മുന്നിലേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് എത്തിക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് കൂടുതൽ ആ ദിവസം അടുത്തു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ ഇദ്ദേഹം വിമാനം ഇറങ്ങുന്ന ദിവസം എത്ര അകലെയാണിപ്പോൾ? SKN അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വളരെ ഏറെ പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. റഹീമിന്റെ മോചനത്തിനായി മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം മോചനദ്രവ്യമായ 15 മില്യൺ സൗദി റിയാൽ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായി റിയാദിലെ നിയമ സഹായ സമിതിയാണ് അല്പം മുമ്പ് അറിയിച്ചത്. ഈ തുക മുഴുവനും നാട്ടിൽ മലയാളികളാണ് സ്വരൂപിച്ചത്. മലയാളികളുടെ ഒത്തൊരുമയുടെ മികച്ച ഉദാഹരണം കൂടിയായിരുന്നു ഈ ഒരു ഫണ്ട് സമാഹരണം. പെട്ടെന്ന് തന്നെ 34 കോടി ഈ രൂപ സമാഹരിച്ചെങ്കിലും അത് സൗദി കുടുംബത്തിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ആ തുക മുഴുവനും സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിരിക്കുകയാണ്. എംബസിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം അയച്ചത് എന്ന് സമിതി അറിയിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ എംബസി ഈ തുകക്കുള്ള കോടതിയുടെ പേരിലുള്ള ഒരു സർട്ടിഫൈഡ് ചെക്ക് തയ്യാറാക്കും. ഇത് റിയാദിലെ ഇന്ത്യൻ എംബസി റിയാദിലുള്ള ഗവർണറേറ്റിന് കൈമാറും. ചെക്ക് ലഭിച്ച ഉടൻ തന്നെ ഈ ഗവർണറേറ്റ് വെച്ച് അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. അതായത് കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബവും അതോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ വക്കീലും അഭിഭാഷകനും കൂടി ഇവിടെ ഈ ഗവർണറേറ്റിൽ വെച്ച് ഒരു അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. ഈ ഒപ്പുവെക്കുന്ന കരാറും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും ഗവർണറേറ്റിൽ നിന്ന് കോടതിക്ക് കൈമാറും. കോടതി ഈ രേഖകളൊക്കെ പരിശോധിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കുള്ള നിർദ്ദേശം നൽകും. അതായത് താമസിയാതെ ഈ പണം കുടുംബത്തിന് കൈമാറും, വധശിക്ഷ കോടതി റദ്ദാക്കും. അതിനുശേഷം താമസിയാതെ അബ്ദുറഹീമിന്റെ നാം ഒക്കെ പ്രതീക്ഷിച്ച പോലെ മോചനം സാധ്യമാകുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷ. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1-2 ആഴ്ചകൾക്കുള്ളിൽ ഈ മോചനം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് പലരും പങ്കുവെക്കുന്നത്. SKN.
ഓക്കെ, താങ്ക് യു ജലീൽ കണ്ണമംഗലം. ജിദ്ദയിൽ നിന്നാണ് ജലീൽ നമുക്കൊപ്പം ചേർന്ന്. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ജലീൽ പങ്കുവച്ചത്. റിയാദിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയായിരുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം കുറച്ചുകൂടി സാധ്യമാകുന്നു. ഫറൂഖിലെ വീട്ടിലേക്ക് എത്താനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ആ ഫറൂഖിലെ ഉമ്മയ്ക്ക് സന്തോഷമാകുന്ന ഒരു കാര്യമാണ് ജലീൽ പറഞ്ഞത്. ഈ 34 കോടി രൂപ കൈമാറ്റമായത് തന്നെ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തുടനീളം നല്ല മഴയായിരുന്നു. പല ദിനങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പല സ്ഥലങ്ങളിലും ഇന്നും തുടരുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട്, പല നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും അതുപോലെ കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ് റാം മുഹമ്മദ്, കേരളത്തിലെ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ മഴയുടെ പൊതുവെയുള്ള അവസ്ഥ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇപ്പോൾ? SKN തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നേരത്തെ ഈ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലനിന്നിരുന്നു. അത് ചുഴലിക്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകാൻ പോകുന്നത്. റിമാൽ എന്നാണ് ആ ചുഴലിക്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. ഒമാൻ നിർദ്ദേശിച്ച പേരാണ്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ ഇത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം അത്ര കണ്ട് സംസ്ഥാനത്തെ ബാധിക്കില്ല. പക്ഷേ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഇന്നിനി രാത്രിയിലും സമയമുണ്ട്. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. വ്യാപകമായി പരക്കെ പലയിടങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ തീവ്രമായതോ ആയ മഴ ലഭിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ചില ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴ ലഭിച്ച ജില്ലകളാണ് എറണാകുളവും തൃശ്ശൂരുമൊക്കെ. അവിടെ രാത്രിയിലും ഇത്തരത്തിൽ അതിതീവ്ര മഴ തുടരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. SKN മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കും എന്നാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അത് രാത്രിയിലും തുടരും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനം ഈ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയോര മേഖലയിൽ വ്യാപകമായി മഴ ലഭിക്കുന്നുണ്ട്. അതിനാൽ പ്രത്യേക ജാഗ്രത ആ മേഖലയിൽ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ജാഗ്രത തുടരണം. പലയിടങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇടവിട്ട് തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലൊക്കെ കാര്യമായി തന്നെ മഴയുണ്ട്. അരുവിക്കര പോലുള്ള ഡാമൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പലയിടങ്ങളിലും നിരോധനവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെയുള്ള സഞ്ചാരത്തിനൊക്കെ നിരോധനവും നിയന്ത്രണവും ഉണ്ട്. SKN പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശവും മുന്നറിയിപ്പും പറയാനുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത് ശക്തമായ കാറ്റിന്, കാരണം ആ ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിനാൽ തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അറബിക്കടലിൽ. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, മത്സ്യബന്ധനത്തിന് എന്നൊരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അത് കർശനമായി മത്സ്യത്തൊഴിലാളികൾ പാലിക്കേണ്ടതുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേർന്നത്. ഇനി നമ്മൾ മഴക്കെടുതികളുടെ വാർത്തയാണ് കൊച്ചി നഗരത്തിൽ നിന്ന് വരുന്നത്. എറണാകുളം ജില്ലയിൽ പൊതുവെ ഇന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട ദിവസം കൂടിയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴ ഇന്ന് രാവിലെ വരെ തുടർന്ന സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം എസ് ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. കൊച്ചിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇൻഫോ പാർക്കിലേക്ക് രൂപപ്പെട്ട വെള്ളക്കെട്ട് പൂർണ്ണമായും കടന്നുപോയോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിൽ പ്രധാനപ്പെട്ട മേഖലയാണ്. അവിടെയാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ പറയും ഈ തോരാതെ പെയ്ത മഴയിൽ ഈ മേഖല എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ വാഹനങ്ങൾ പോകുന്നത് ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയാണ്.
രാവിലെ മുതൽ നിലയ്ക്കാതെ മഴ പെയ്യുന്നുണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സ്ഥലം പോലും ഇല്ല ഇവിടെ, കാരണം ഇവിടെ റോഡ് പണി നടക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഈ വെള്ളം കെട്ടിക്കിടന്ന് വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമില്ല, ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല, കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ട്, ഇരുചക്ര വാഹനങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, അങ്ങനെ വലിയ പ്രശ്നം. അതിനും അപ്പുറം ട്രാഫിക് ബ്ലോക്ക്, ഇത് വൈകുന്നേരം തുടങ്ങിയ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴും നീണ്ട് തന്നെ കിടക്കുകയാണ്. കാരണം ഒരു വരിയായി മാത്രമാണ് ഈ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റുന്നത്. അത്രയധികം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇനി SKN ചോദിച്ചതുപോലെ ഇൻഫോ പാർക്കിലെ പ്രശ്നം പറയുകയാണെങ്കിൽ, ഇൻഫോ പാർക്കിൽ ഇന്നലത്തെ അത്ര പ്രശ്നമില്ല. കാരണം അവിടെ ബണ്ട് പൊളിച്ച്, അവിടെ ഈ വെള്ളക്കെട്ടിന് കാരണമായ ബണ്ട് പൊളിച്ച് വെള്ളം ഒഴുക്കി തുടങ്ങിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതിനാൽ വെള്ളം ഇപ്പോഴവിടെ കെട്ടുന്നില്ല. അവിടെ ഇന്ന് പെയ്ത മഴയിൽ വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ട്. സുഗമമായി യാത്ര ചെയ്യാൻ പറ്റും, വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നഗരത്തിലെ പല സ്ഥലങ്ങളിലും അതല്ല സ്ഥിതി. ആസാദ് റോഡിൽ പ്രശ്നമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പല മേഖലകളുണ്ട്. സൗത്ത് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങനെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ SKN നാളെ രാവിലെ വരെ മഴ ഉണ്ടാകുമെന്ന് അല്പസമയം മുമ്പ് അലക്സ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും, വെള്ളക്കെട്ട് ഇനിയും മോശമാകും, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ചെയ്യും SKN. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. താങ്ക് യു. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിലെ പല നഗരങ്ങളും വെള്ളത്തിൽ മുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊന്നും നടന്നില്ല എന്ന് വേണം കരുതാൻ. പ്രളയ ദുരിതത്തിൻ്റെ കെടുതികൾ നമ്മുടെ ജനങ്ങൾ നഗരത്തിലും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒറ്റ മഴയിൽ തൃശൂർ നഗരം ആകെ മുങ്ങി. വടക്കേച്ചിറയിലെ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, അശ്വിനി ആശുപത്രി, വടക്കേ ബസ് സ്റ്റാൻഡിന് പുറകിലെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി. 3 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം അശ്വിനി ആശുപത്രിക്കുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ കോർപ്പറേഷന് വന്ന ഗുരുതര പിഴവ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപേ മഴക്കാല പൂർവ്വ ശുചീകരണം പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ പല തവണ ആവശ്യപ്പെട്ടു. പക്ഷേ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയില്ല. ഇതോടെ ദുരിതമനുഭവിക്കേണ്ടി വന്നത് പാവം പൊതുജനങ്ങളും. ഇവിടെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി, 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. മേയറും സംഘവും വിനോദയാത്ര പോയിരിക്കുന്നു. മൂന്നാറിലാണെന്ന് പറയുന്നു, കൊല്ലം ബീച്ചിലാണെന്ന് പറയുന്നു, തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. എവിടെയാണ് മേയർ എന്ന് 3 ദിവസമായിട്ട് അറിയുന്നില്ല. നഗരം ഒറ്റ ഇന്നലത്തെ രാത്രിയിലത്തെ ഒരു മഴയ്ക്ക്, അതോ 2 മണിക്കൂർ നീണ്ടുന്ന ഒരു മഴയ്ക്കാണ് തൃശ്ശൂർ നഗരം മൊത്തം വെള്ളത്തിലായിട്ടുള്ളത്. അപ്പോൾ കോടികളുടെ നഷ്ടമാണ് തൃശ്ശൂർ നഗരത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഈ സമയത്താണ് ഇപ്പോൾ അടിയന്തരമായിട്ട് വണ്ടികൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും തോടുകളും ഇന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. മഴ തകർത്തു പെയ്ത ഒറ്റ രാത്രി കൊണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ മേഖലകളാണ് വെള്ളത്തിനടിയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തുപോലും വെള്ളം കയറി. രോഗികളുടെയും കുത്തിരിപ്പുകാരുടെയും ദുരിതം അവസാനിച്ചത് മണിക്കൂറുകൾക്കിപ്പുറം ഇന്ന് പുലർച്ചെ. പതിവ് പോലെ മാവൂർ റോഡും സ്റ്റേഡിയം ജംഗ്ഷനും മിഠായി തെരുവിന് മുൻവശവുമെല്ലാം വെള്ളത്തിനടിയിലായി. ഇവിടെ 2 വീട് പൂർണ്ണമായും തകർന്നു. താമസിക്കുന്ന വീടുകൾ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് അതുപോലെ തെങ്ങ് മരങ്ങൾ, ഈ അമ്പലം, അംഗൻവാടി ഉൾപ്പെടെ എല്ലാ നാശനഷ്ടം. പിന്നെ മറ്റേ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കണം.
ഡിവിഷൻ തലത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ മേജറായിട്ടുള്ള തോടുകൾ ഒന്നും തന്നെ തൊടാത്ത അവസ്ഥ. നമുക്കറിയാം എല്ലാ കാണകളിലും പ്ലാസ്റ്റിക് കുപ്പികളും പായലുകളും തിങ്ങി നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥ. മഴ ഇല്ല, ഭയങ്കര മഴയല്ലേ, ഭയങ്കര വെള്ളക്കെട്ടും വെള്ളപ്പൊക്കമല്ലേ. വരണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ വരാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, അതുകൊണ്ട് പോകുന്നതാണ്. 2 മണിക്കൂർ നീണ്ട മഴയിലാണ് കൊച്ചി ഇങ്ങനെ പ്രതിസന്ധിയിലായത്. വേനൽ മഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മൺസൂൺ കാലത്ത് എന്തൊക്കെ കാണേണ്ടി വരും? വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാലവർഷം എത്തിയില്ലെങ്കിലും സംസ്ഥാനത്തുടനീളം മഴയും മഴക്കെടുതിയും ശക്തമായിരിക്കുന്നു. പലയിടങ്ങളിലും ഇന്നലെയും ഇന്നുമായി ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ മഴക്കെടുതിയിൽ പല സ്ഥലങ്ങളിലും പല നഗരപ്രദേശങ്ങളിലും ജനങ്ങൾ പൊറുതിമുട്ടുന്നു എന്ന് വേണം കരുതാൻ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കേരളത്തിലുടനീളം ഞങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആധാരശില എന്ന് പറയുന്നത് തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ്. എന്നാൽ അതിനൊരു തിരുത്തു വരികയാണ് മലപ്പുറത്തുനിന്ന്. മലപ്പുറത്ത് പൊന്നാനിയിൽ ആളുമാറി ഒരു നിരപരാധിയെ പോലീസ് ജയിലിലടച്ചു. വെളിയങ്കോട് സ്വദേശി ആലിങ്ങൽ അബൂബക്കറിനാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ലെന്ന് ഒരു യുവതിയുടെ പരാതിയിന്മേലാണ് ആലിങ്ങൽ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്ത റിമാൻഡ് ചെയ്തത്. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആലിങ്ങൽ അബൂബക്കറിനെ ജയിലിലടച്ചത്. ഇദ്ദേഹം ജയിലിൽ കിടന്ന ദിവസങ്ങൾ ഇതിന് ആരുത്തരം പറയും എന്ന ചോദ്യം ബാക്കിയാകുന്നു. അബൂബക്കർ അതിനെക്കുറിച്ച് പറയുകയാണ്. കാലത്ത് വരുന്ന ആൾക്കാരും കണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ CI സാറാണെങ്കിൽ ഇവനെ കൊണ്ടുപോയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ഗൗരവത്തിലെടുത്തില്ല. കാരണം ഇത് നമ്മൾ വലിയൊരു കേസാണിത് എന്നുള്ളത് മനസ്സിലാക്കി. അവർ നേരെ അവിടെ എന്താക്കി ഇവിടെ കൊടുന്നു, തിരൂര് കുടുംബ കോടതി കൊടുന്നു. അവിടെ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. പൈസ ആണ് അവർക്ക് വേണ്ടത്. പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്ര വലിയ തുക അടക്കം ഞാൻ വലിയ പ്രതിയായിട്ടൊന്നുമല്ല. ഞാൻ വലിയ പ്രതിയല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. പക്ഷെ പരമാവധി ഇല്ലാണ്ട് നോക്കുള്ളൂ. ഇതെന്താണെന്ന് വെച്ച് അപ്പോൾ ജഡ്ജി 4 ദിവസം കൊടുക്കാൻ പറ്റില്ല. പഞ്ച് പറഞ്ഞു എന്നാൽ ഓക്കെ, എന്തായാലും തവന്നൂർ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. 6 മാസം. അതിന് ഞാനവിടുന്ന് അവർ ജീപ്പിൽ എന്താക്കി എന്നെ അവിടേക്ക് ഈ പാവം മനുഷ്യൻ 4 ദിവസമാണ് ജയിലിൽ കിടന്നത്. എന്തൊരു അനാസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. നിരപരാധിയായ ഒരു മനുഷ്യൻ ആള് മാറി അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി റിമാൻഡ് ചെയ്യിച്ച് 4 ദിവസം ജയിലിലിട്ടു. ഈ 4 ദിവസങ്ങൾ ആർക്കാണ് മടക്കി കൊടുക്കാൻ കഴിയുക? ഷഹദ് റഹ്മാൻ ചേരുകയാണ് മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങളുമായി. ഷഹദ് പറയൂ.
എസ് കെ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങുകയാണ്. കാരണം ഈ 4 ദിവസത്തിന് ആര് ഉത്തരം പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം ഈ 4 ദിവസം സമൂഹത്തിന് മുന്നിൽ വളരെ മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ 4 ദിവസം ജയിലിൽ കിടന്ന ഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക പിരിമുറക്കം അല്ലെങ്കിൽ മാനസിക പീഡനം, ഇതൊക്കെ തന്നെ വലിയൊരു അളവിൽ ആര് ഇതിന് ഉത്തരം പറയും എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ സംഭവം നടക്കുന്നത് മലപ്പുറം വെളിയങ്കോട് സ്വദേശി ആലങ്കൽ അബൂബക്കർ തവനൂർ ജയിലിലാണ് കിടക്കുന്നത്. അതായത് കുടുംബ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത് തിരൂര്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ചിലവിനുള്ള തുക നൽകണം, അല്ലെങ്കിൽ 4 ലക്ഷം രൂപ പിഴയടച്ച് പോകണം, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നോക്കുമ്പോൾ വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കർ ആണ് അറസ്റ്റിലായിട്ടുള്ളത്. ശരിക്കും അറസ്റ്റിലാകേണ്ടിരുന്ന ആൾ വടക്കേപ്പുറത്ത് അബൂബക്കറാണ്. അബൂബക്കറിനെതിരെയാണ് കേസ് നൽകിയിട്ടുള്ളത്. ഈ വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെതിരെ കേസൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ആൾ മാറി അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല പോലീസിന് പ്രാഥമികമായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം ഈ പരാതി നൽകി, അതായത് പരാതിക്കാരി ആരാണ്, ഈ പരാതിക്കാരി തന്നെയാണോ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ വിഷയത്തിൽ മറ്റ് കൺഫ്യൂഷന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. പക്ഷേ ഭാര്യയുടെ പേര് പോലും നോക്കാതെ കണ്ട ഒരാളെ അല്ലെങ്കിൽ സമാനമായ ഒരു പേരുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. 4 ദിവസം ഇയാളെ ജയിലിൽ അടയ്ക്കുന്നു. പിന്നീട് ഈ അബൂബക്കറിന്റെ കുടുംബത്തിനാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയത്. അപ്പോഴാണ് ഇവർ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികളെ ഈ വിഷയം ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം പോലീസിനെതിരെ ആളുമാരി അറസ്റ്റ് ചെയ്തതിന്, കൂടാതെ ഈ ഒരു വിഷയത്തിൽ തക്കതായ നടപടി പോലീസിനെതിരെ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യവും പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN എന്തായാലും ഈ ഒരു സംഭവം അത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമല്ല, അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച മാനസിക പിരിമുറക്കം, ഒപ്പം തന്നെ സമൂഹത്തിൽ ഒരു കുറ്റക്കാരനായി അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ആളായി, അബൂബക്കർ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരോടും തനിക്ക് ചെന്ന് പറയാൻ പറ്റില്ല ആൾ മാറിയാണ് അറസ്റ്റ് ചെയ്തതെന്ന്. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആ സമൂഹത്തിലാകെ അല്ലെങ്കിൽ ആ പ്രദേശത്താകെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയും, ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. അപ്പോൾ അബൂബക്കറിനെ ഇപ്പോൾ പുറത്ത് കാണുമ്പോൾ ഇയാളെ അല്ലേ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് എന്ന ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു പരിഹാസത്തോടെ നോക്കുക, അല്ലെങ്കിൽ ഒരു പുച്ഛത്തോടെ നോക്കുന്ന ഒരു സമീപനമാണ്. അത് അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. SKN. ഓക്കെ, താങ്ക് യു ഷഹദുർ റഹ്മാൻ. പല പ്രേക്ഷകരും വെള്ളക്കെട്ടിൻ്റെയും മഴയുടെയും കാര്യമൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ചന്ദ്രൻ ചിറയിൽ പറയുന്നു, നഗരങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഇത് കോർപ്പറേഷൻ ഇടപെട്ടാൽ അപ്പോൾ കോടതി ഇതിൽ ഇടപെടും. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഇതൊന്നും പൊളിച്ചു നീക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് ചന്ദ്രൻ പറയുന്നു. പല പ്രേക്ഷകർക്കും പല അഭിപ്രായമുണ്ട്. നമുക്ക് ഇതിലേക്കൊക്കെ മടങ്ങി വരാം. കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യമുള്ളത്. മനുഷ്യൻ താമസിക്കുന്ന യഥാർത്ഥ നഗരത്തെ പ്രാന്തങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ വരുന്നു. ഇതിനെ അതിജീവിക്കാനാണ് ചില സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ ആളുകൾ നടത്തുന്നത്. പാലക്കാട്ട് പുലി ചത്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവിടെ കമ്പിവേലി കെട്ടിയത്. അവസാനം കമ്പിവേലിയിൽ കുരുങ്ങി പുലി ചത്തു കഴിഞ്ഞപ്പോൾ ഈ പുലി കിടന്ന സ്ഥലത്തിൻ്റെ ഉടമ കമ്പിവേലി കെട്ടിയ ആൾ പ്രതിയായി. അദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എന്താവും എന്നാണ് ഈ കർഷകരായ നല്ല മനുഷ്യർ പാലക്കാട്ടുകാർ ചോദിക്കുന്നത്. മാസങ്ങളായി കൊല്ലങ്കോട്ടുകാരുടെ ഉറക്കം കെടുത്തിയ പുലിയാണ് ഇന്നലെ പുലർച്ചെ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലെ കമ്പിവേലിയിലാണ് വന്യജീവിയെ കണ്ടെത്തിയത്. പിന്നാലെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. പലതവണ സ്വയം കുരുക്കഴിച്ച് രക്ഷപ്പെടാൻ പുലി ശ്രമം നടത്തി. അടുത്തേക്കെത്തുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കാനും ശ്രമമുണ്ടായി. ഒന്നും രണ്ടുമല്ല, നീണ്ട 6 മണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിലാണ് പുലിയെ കൂട്ടിലാക്കിയത്. അല്പസമയത്തിനകം തന്നെ പുലി ചത്തെന്ന വാർത്തയും പുറത്തുവന്നു. മണിക്കൂറുകൾക്കിപ്പുറമാണ് വനംവകുപ്പിന്റെ കേസ് നടപടി. സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വനംവകുപ്പ്. ഇപ്പോൾ പുലി കുരുങ്ങിയ കമ്പി സാധാരണ കമ്പിയല്ലെന്നാണ് വനംവകുപ്പ് വാദം. പന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച കെണിയാണെന്നും അതുകൊണ്ടാണ് പുലിക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നതെന്നും വനംവകുപ്പ് പറയുന്നു. എന്നാൽ സ്ഥലമുടമയ്ക്ക് കെണിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേസെടുത്താൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും
നാട്ടുകാർ വ്യക്തമാക്കി. നായ്ക്കൾ മാലിന്യം പിടിച്ചിട്ട് അത് എൻ്റെ സ്ഥലത്ത് പട്ടുവച്ചാൽ എന്നെ കേസെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ നിയമ വ്യവസ്ഥ. അത് പറ്റില്ല. അങ്ങനെ കേസെടുക്കുകയാണെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കർഷക സംരക്ഷണ സമിതി മുന്നോട്ട് പോകും. പുലി ചത്തു, ഇനിയിപ്പോൾ നാളെ മയിലാണ് ചാകുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മാനാണ് ചാകുന്നത്. ഇതിനൊക്കെ കേസെടുക്കാൻ നിന്നാൽ കർഷകൻ ഈ കൃഷിയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണം ഇന്നലെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഒപ്പം അശാസ്ത്രീയമായി പുലിയെ പിടിക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുയരുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിലെ പോരായ്മയാണ് പുലി ചത്തതിന് പിന്നിലെന്ന വിമർശനവും ശക്തമാണ്. അതിനിടെ സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും വന്യജീവി ആക്രമണമുണ്ടായി. മൂന്നാറിലെ തോട്ടം മേഖലയെ വിറപ്പിച്ച് വീണ്ടും കടുവകൾ ഇറങ്ങി. ലോവർ ഡിവിഷനിൽ ഇറങ്ങിയ കടുവക്കൂട്ടം പശുക്കളെ ആക്രമിച്ചു കൊന്നു. இந்த மாடு நாங்கள் வளர்த்து இதை வச்சு தான் நாங்கள் பிள்ளைகளோட எல்லாம் காப்பாற்றுறோம், வர்றோம், போகிறோம், எல்லாம் செய்கிறோம். இப்படி புலி வந்து 3 புலி 4 புலி வந்து அடிச்சிச்சுன்னா நாங்கள் எப்படி மாடு வச்சு ജീവിக்க முடியும்? കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 100-ലധികം പശുക്കൾ കടുവയുടെ ആക്രമണത്തിൽ ചത്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയിച്ചിട്ടും വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ല എന്നും പരാതിയുണ്ട്. വന്യജീവികൾ മനുഷ്യർക്ക് ഭീഷണിയാകുമ്പോഴും വനം വകുപ്പ് മനുഷ്യർക്കെതിരെ കേസെടുക്കുകയാണെന്ന് ആക്ഷേപിക്കുന്നവരുടെ എണ്ണവും ചുരുക്കമല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. നിയമപരമായി വനം വകുപ്പിന് ഇക്കാര്യത്തിൽ കേസെടുക്കാൻ കഴിയുമെങ്കിലും ഇതിനകത്തൊരു സാമാന്യ യുക്തി നിലനിൽക്കുകയാണ്. ഈ പുലി ഒരാളെ കൊന്നിരുന്നെങ്കിൽ വനം വകുപ്പ് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. എന്തായാലും വനം വകുപ്പിന് നമ്മുടെ മനുഷ്യർക്ക് പൂർണ്ണമായി സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഇത്തരമൊരു കേസിലേക്ക് പോയി പൊല്ലാപ്പ് പിടിക്കണോ എന്ന കാര്യം വനം വകുപ്പ് ആലോചിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് ഇടുക്കിയിലെ ആനയിറങ്ങൽ ഡാമിന് സമീപത്ത് ചക്കക്കൊമ്പൻ നന്നായിട്ടൊന്ന് വിലസി. കുറച്ചധികം നേരം ഗതാഗത തടസ്സമുണ്ടാക്കി ചക്കക്കൊമ്പൻ. അപ്പോൾ അവസാനം RRT സംഘം ആളുകളെത്തിയാണ് ചക്കക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്തിയത്. ചക്കക്കൊമ്പൻ്റെ കഥയുമായി ടെലിഫോണിൽ ചേരുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. പറയൂ രാഹുൽ വിജയൻ. നമ്മുടെ അരിക്കൊമ്പന്റെ പിൻഗാമിയാണ് ഈ ചക്കക്കൊമ്പൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അത് ഇപ്പോൾ നാട്ടിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ആനയിറങ്ങൽ ഡാമും കടന്ന്, അതായത് ചിന്നക്കനാലിൽ നിന്ന് ആനയിറങ്ങൽ ഡാമും കടന്ന് ദേശീയപാതയിലേക്ക് കയറി. ഏകദേശം ഒരു 20 മിനിറ്റോളം ആ ദേശീയപാതയിലൂടെ സുഖമായി ആന നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നീട് RRT സംഘം എത്തി ആനയെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഒരുപാട് പണിപ്പെട്ടാണ് ആന ശങ്കരപാണ്ഡ്യ വീട്ടിലേക്ക് കയറിപ്പോയത്. ഒരുപാട് നേരം ഗതാഗത തടസ്സമുണ്ടായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും അത് ശങ്കരപാണ്ഡ്യ വീട്ടിൽ നിന്ന് ആനയിറങ്ങൽ ഡാമിന്റെ ഭാഗത്തേക്ക് നാളെയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ പോകുന്നവർ, ദേശീയപാതയിലൂടെ പോകുന്നവർ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി RRT മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. CK മാധവൻ പറയുന്നു, ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു. അതിന് സർക്കാരിനെ കുറ്റം പറയുകയാണ് ആളുകൾ എന്ന് പറയുന്നു. നമ്മളാരും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ആരാണ് സർക്കാരിനെ കുറ്റം പറയുന്നത് എന്നെനിക്കറിയില്ല. ഇനി ഒരു ധർമ്മസങ്കടത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ഒരു വീട് 2 പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ പെട്ടുപോയാൽ എന്താവും കഥ? വിവിധ ആവശ്യങ്ങൾക്കായി ഏത് പഞ്ചായത്തിനെ സമീപിക്കും? ഇങ്ങനെ ആകപ്പാടെ കൺഫ്യൂഷനായ കുറേ മനുഷ്യരുടെ കഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. 2 പഞ്ചായത്തുകളുടെ അതിർത്തി രേഖ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ. നമ്മുടെ വാർത്തകൾ ഇടം പിടിക്കാറുണ്ട്. അത്തരം വാർത്തകൾ വലിയ തോതിൽ ചർച്ചകളുമാവാറുണ്ട്. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. ഈ കൊല്ലം ജില്ലയിൽ 2 പഞ്ചായത്തുകൾ തമ്മിൽ അതിർത്തിപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. വീടിൻ്റെ ഒരു ഭാഗം ഒരു പഞ്ചായത്താണെങ്കിൽ അത് ആ വീടിൻ്റെ തന്നെ മറുഭാഗം മറ്റൊരു പഞ്ചായത്താകുകയാണ് ഈ കൊല്ലം ജില്ലയിൽ. ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. തീരദേശ മേഖലയാണ്. തീരാ ദുരിതം ഏറെയുണ്ട്. അതിലേറെ ദുരിതമാണ് ഈ നാട്ടുകാർ ഇപ്പോൾ അനുഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വീടാണ്. ഈ വീടിൻ്റെ ഈ ഗേറ്റ് ആലപ്പാട് പഞ്ചായത്താണ്. ഈ ഗേറ്റ് തുറന്നു ചെന്നാൽ ആലപ്പാട് പഞ്ചായത്തിലേക്ക് പോകാം. പക്ഷേ ഈ ഗേറ്റ് തുറന്നു പോയാൽ ക്ലാപ്പനയിലേക്കും പോകാം. ഈ വീട്ടിലെ ഗ്രഹനാഥയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ വീട് 2 ഗേറ്റുകൾ തമ്മിലാണ് ഈ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്നത്. എങ്ങനെയുണ്ടാ വ്യത്യസ്തത? ക്ലാപ്പനയാണ്.
എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളത്. അതിർത്തി നമ്മുടെ വീടായി ഇതായിപ്പോയി. അതുകൊണ്ട് ഈ ഓടയുടെ പ്രശ്നം വന്നപ്പോൾ പോലും ഇവിടെ ചെയ്തതിന് തർക്കം വന്ന സംഭവമുണ്ട്. ഈ ഓട അങ്ങോട്ട് പിന്നെ ക്ലാപ്പനക്കാർ അതിച്ചു കൂടെ അങ്ങോട്ട് നീട്ടി തന്നതുകൊണ്ടാണ് അവിടെ ഫുള്ളായിരിക്കുന്നത്. ഞങ്ങൾ ആലപ്പാട റെക്കാർഡിക്കലെല്ലാം ആലപ്പാട. ഞങ്ങളുടെ ഇലക്ഷൻ വരുമ്പം മാത്രം അക്കരെ നിന്ന് ആൾക്കാർ വരും, പിന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആരും അടുത്ത ഇലക്ഷൻ വരെ ആരും വരത്തില്ല. അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിർത്തി തർക്കം പഞ്ചായത്തുകൾ തമ്മിലാണെങ്കിലും അതുകൊണ്ട് തന്നെ ദുരിതമനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഈ കാണുന്ന കായൽ കടന്ന് അപ്പുറത്ത് ചെല്ലണം ആലപ്പാട് പഞ്ചായത്തിൽ പോകണമെങ്കിൽ. ഈ നാട്ടിലെ ചുരുക്കം ചില കുടുംബങ്ങൾ അനുഭവിക്കുന്ന യാതനയാണിത്. പഞ്ചായത്തിൽ അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് പോകണമെങ്കിൽ പാലം കിടക്കേണ്ടി വരുന്ന അവസ്ഥ. അതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ തുടർച്ചയായി ആവശ്യപ്പെടുന്നത്. ഇരു പഞ്ചായത്തുകൾക്കും വള്ളിക്കാവ് മുതൽ 1000 തെങ്ങ് വരെ ഒരു പദ്ധതിയും ഇന്ന് നടപ്പാക്കാൻ കഴിയുന്നില്ല. അതിർത്തി തർക്കം നിലനിൽക്കുന്ന ആലപ്പാട് ക്ലാപ്പന പഞ്ചായത്തുകളുടെ പ്രസിഡന്റ്മാരാണ് നമുക്കൊപ്പം ഉള്ളത്, ആലപ്പാടിൻ്റെയും ക്ലാപ്പനയുടെയും. ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് സ്വാഭാവികമായി നമുക്ക് കേട്ടേ മതിയാവും. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗം അത് ക്ലാപ്പനയുമായി ചേർന്ന് നിൽക്കുന്നു. ആ വീടുകൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അവർ തന്നെ, ഈ നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു സാങ്കേതികപരമായി നിൽക്കുന്നത്? ഈ TS കനാലിന് ഇപ്പുറത്ത് താമസിക്കുന്നത് കൊണ്ട് ഗ്രാമപഞ്ചായത്ത് TS കനാലിന് അക്കരെ ആയതുകൊണ്ട് അവർക്ക് വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. ജനസംഖ്യയുടെ അനുപാതം അനുസരിച്ച് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യം ക്ലാപ്പനയിലോട്ട് ചേരാൻ താല്പര്യമാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് അതിനൊപ്പം തന്നെ നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ഈ ക്ലാപ്പന പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം അവരുടെ പദ്ധതികൾ പൂർണ്ണമായും ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം ഈ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ആലപ്പാട് പഞ്ചായത്തിലൂടെ കയറി മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ചില വീടുകൾ അത് ഇടതിരിഞ്ഞ് ക്ലാപ്പന ആലപ്പാട് എന്ന് നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു ഓട നിർമ്മാണം റോഡിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ ആലപ്പാടിനോട് ചേർന്ന് നിൽക്കണം. നമുക്ക് ആലപ്പാട് ക്ലാപ്പന എന്നുള്ള ഒരു വ്യത്യാസത്തോടു കൂടി നമ്മുടെ ജനങ്ങളെ കാണാൻ പറ്റുന്നില്ല. പ്രശ്നപരിഹാരത്തിന് ക്ലാപ്പന 12ാം വാർഡ് മെമ്പർ നവകേരള സദസ്സിൽ വരെ പരാതി നൽകി. തുടർ നടപടികൾക്കായി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്ന് മറുപടി ലഭിച്ചെങ്കിലും ഒന്നും നടന്നില്ല. നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പരാതി നമ്മൾ നവകേരള സദസ്സിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ പ്രദേശം, ഈ 52 വീടുകൾ ക്ലാപ്പന പഞ്ചായത്തിന് ചേർന്ന് കിട്ടണമെന്നുള്ള ഒരു അപേക്ഷ നമ്മൾ നവകേരള സദസ്സിൽ സമർപ്പിച്ചിട്ടുണ്ട്. വാർഡ് പുനർനിർണയ ഘട്ടത്തിലെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ. അതിർത്തി പ്രശ്നം അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. സാങ്കേതികത്വം മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. പരിഹാരം ഉണ്ടായാൽ ഒരു നാടിനത് ആശ്വാസമാകും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാസ്കറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഈ രണ്ട് പഞ്ചായത്തിൻ്റെ ഇടയിൽ കിടന്ന് രണ്ട് വാർഡിൻ്റെ ഇടയിൽ കിടന്ന് ജനങ്ങൾ ശ്വാസം മുട്ടാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിക്കട്ടെ എന്നാണ് 24 അഭിപ്രായം. ഡെൽന ജോസഫ് പറഞ്ഞു, എറണാകുളത്തൊക്കെ പരക്ക മഴയാണ്, എറണാകുളം ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളും യൂട്യൂബ് സന്ദേശത്തിലൂടെ അവധി ചോദിച്ചിരിക്കുന്നു. ഒരു കാര്യം പറയാം, സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല, KTUവും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പരീക്ഷകളൊക്കെ യഥാവിധം നടത്താൻ തന്നെയാണ് നീക്കമെന്നാണ് അറിയുന്നത്. എന്തെങ്കിലും വാർത്ത വന്നാൽ തൽക്ഷണം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഇപ്പോൾ കിട്ടിയത് എന്ന് പറയുന്ന ടിക്കറിൻ്റെ ആ ഭാഗത്ത് ഈ അവധി ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ മാർട്ടിൻ ചോദിക്കുക, SKN നിങ്ങളിപ്പോഴും റേഡിയോയിലിരുന്നാണോ വാർത്ത വായിക്കുന്നത്? ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ കേൾക്കാം. പ്രതികരണ വേദി തുടരുകയാണ്. K. ഗോവിന്ദൻ നമ്മുടെ സ്നേഹപുരത്തിന് ഒരു സന്ദേശം അയച്ചത് കിട്ടി. അദ്ദേഹം പറയുന്നത് 32 കോടി രൂപ റഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള മോചനദ്രവ്യമായി LDFും മറ്റുള്ള ആൾക്കാരും എല്ലാം ചേർന്ന് പിരിച്ചു കൊടുത്തു. 24 അഭിനയം മാത്രമേ നടത്തിയുള്ളൂ. ഞാൻ നേരത്തെ തന്നെ ഗോവിന്ദൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുന്നതിൻ്റെ ഒരു ക്രെഡിറ്റും ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോട്ടെ. കാരണം ആ ചെറുപ്പക്കാരൻ ഇത്രയും കാലമായി, അദ്ദേഹം 10-18 കൊല്ലമായി ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ജയിലിൽ നിന്ന് മോചിതനായി അദ്ദേഹം കരിപ്പൂർ വിമാനം ഇറങ്ങട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിൻ്റെ ക്രെഡിറ്റ് ലോകത്തിലുള്ള എല്ലാ മലയാളികളും സ്വന്തമായി എടുത്തുള്ളൂ, ഗോവിന്ദൻ ഉൾപ്പെടെ. ഗോവിന്ദന് ആ ക്രെഡിറ്റ് എടുക്കണം എന്ന് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. യു ആർ എ ഗ്രേറ്റ് മാൻ ഗോവിന്ദൻ. അപ്പോൾ നമ്മളെന്തായാലും ഗോവിന്ദ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞു, തമാശ പറഞ്ഞൊന്നുമല്ലേ ഉള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം, മാർട്ടിൻ പറയുന്നു, ഈ പരിപാടിയുടെ ദൈർഘ്യം 2 മണിക്കൂറാക്കിയാൽ മാത്രമേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്നുള്ളതാണ്.
അപ്പോൾ അതല്ല, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഒരുപാട് സമയം നീട്ടുന്നത് കൊണ്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ ഒരു നമുക്കൊപ്പം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുകയാണ്. തിരുവനന്തപുരം പാളയത്ത് CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്ത് ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കോടതി പിരിച്ചുവിട്ട് പുതിയ ബിഷപ്പിന് ചുമതല നൽകിയതിനാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. നമുക്കൊപ്പം തത്സമയം പാളയത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു. സലീം, എന്താണ് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം? സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ? SKN, ഇവിടെ ഒരു CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്തൊരു സംഘർഷത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം വിശ്വാസികൾ രണ്ടു ചേരിയായി തിരിഞ്ഞ് രണ്ടു വശത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ കോടതി നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. വർഷങ്ങളായുള്ള തർക്കമാണ്. അതിൻ്റെ ഭാഗമായി കുറച്ചുനാൾ മുൻപ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ കോടതി പിരിച്ചുവിടുകയും പുതിയ ബിഷപ്പിന് ചുമതല നൽകുകയും ചെയ്തിരുന്നു. പുതിയ ബിഷപ്പായി അതിനുശേഷം ബിഷപ്പ് ഇൻചാർജായി റോയിസ് മനോജ് വിക്ടർ സ്ഥാനം ഏറ്റെടുത്തതാണ്. അതിന് പിന്നാലെ ഈ പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന TT പ്രവീണിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് കോടതി സമീപിച്ചത്. അതിനുശേഷം ഇപ്പോൾ അവർക്ക് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു എന്ന് വാദം ഉയർത്തിക്കൊണ്ടാണ് TT പ്രവീണിന്റെ നേതൃത്വത്തിൽ ഇവർ ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടേക്ക് എത്തിയതിന് ശേഷം നിലവിൽ സഭാ ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അത് വിശ്വാസികൾ തടയുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് പിന്നാലെ തന്നെ വിശ്വാസികൾ രണ്ട് ചേരിയായി തിരിഞ്ഞ് സഭാസ്ഥാനത്ത് നിന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ നേരത്തെ ബിഷപ്പ് ഇൻചാർജായി സ്ഥാനം ഏറ്റെടുത്തിരുന്ന റോയിസ് മനോജ് വിക്ടറിനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി. അങ്ങനെ അദ്ദേഹം തിരികെ മടങ്ങിപ്പോകാനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന്റെ കാർ തടഞ്ഞു നിർത്തി ഇവിടെ നിന്നും പോകേണ്ടതില്ല, ഇവിടെ തുടരണമെന്ന് ആവശ്യം ഉയർത്തി. അങ്ങനെ ആ കാറിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഭാഗം വിശ്വാസികൾ പ്രാർത്ഥന മന്ത്രം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നുമുള്ള മെറ്റീർ മെമ്മോറിയൽ പള്ളിയെ കത്തീഡ്രലായി ഉയർത്തി സ്ഥാപിച്ച ബോർഡ് ഒരു വിഭാഗം വിശ്വാസികൾ എടുത്തു മാറ്റിയിരുന്നു. അതിനുശേഷം പിന്നീട് വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു. അവിടെ MM പള്ളിയിൽ എത്തി കത്തീഡ്രൽ എന്നെഴുതിയ ബോർഡ് നശിപ്പിച്ച് പിന്നീട് മറ്റൊരു ബോർഡ് സ്ഥാപിക്കുകയായിരുന്നു. നേരത്തെ തന്നെ പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ചതിനെതിരെ കഴിഞ്ഞ വർഷം വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. മുൻ ബിഷപ്പായിരുന്ന ധർമ്മരാജ് റസാലത്തിന്റെ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അങ്ങനെയാണ് ഇവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. പിന്നീടാണ് കോടതി ഇടപെടലിലൂടെ ധർമ്മരാജ് റസാലത്തിന്റെ സ്ഥാനം നഷ്ടമായത്. അതിന് പിന്നാലെ പുതിയ ബിഷപ്പ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റോയിസ് മനോജ് വിക്ടർ കോടതി ഇടപെടലിലൂടെ എത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും കോടതിയിലേക്ക് പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പോവുകയും ഈ TT പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സഭാസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. നിലവിൽ അവർക്ക് അങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവൊന്നും ലഭിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ കോടതി കേസ് പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചു എന്ന പേരിൽ അവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരത്ത് പാളയം LMS പള്ളിയിൽ നിന്ന് സലീം മാലിക്കാണ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റിഹാൻ അഹമ്മദ് പറയുന്നു, എനിക്ക് തോന്നുന്നു KTUവിലെ വിദ്യാർത്ഥിയാണെന്നാണ് തോന്നുന്നത്. അവർ പറയുന്നു ഒരറ്റത്ത് നല്ല മഴ, മറ്റേറ്റത്ത് പരീക്ഷ, കരിയർ എക്സാം നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പെട്ടുപോയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ മഴ കനക്കുകയും പരീക്ഷ നടത്താൻ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അതാത് ജില്ലാ കളക്ടർമാർക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. അവർ കണ്ണും കാതും തുറന്നിരിക്കുകയാണ്. ഇന്നലെയൊന്നും ചില ജില്ലാ കളക്ടർമാരൊന്നും ഉറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്ത് ആവശ്യമുള്ള തീരുമാനം അവരെടുക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും അവധി ഉണ്ടാകുമെന്ന് കരുതി പ്രിപ്പറേഷനൊന്നും നിങ്ങൾ നിർത്തിവെക്കരുത് ദയവേത്. മാത്രമല്ല, വനമേഖലയിലേക്കും മറ്റുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ കുറച്ച് ജാഗ്രത പാലിക്കണം. റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളും ജാഗ്രത പാലിക്കണം. റോഡ് നന്നായി സ്ലിപ്പറിയായി കിടക്കുകയാണ്. പല സ്ഥലത്തും ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ തന്നെ കുഴികൾ അറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കുക. മരം ഒരു വരമാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് മുട്ടത്തറയിലെ ഒരു മരം ആളുകൾക്ക് വലിയ ഭീഷണിയായിരിക്കുന്നു. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒക്കെ ഈ മരം കടുത്ത ഭീഷണിയാണെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. റോഡിനോട് ചേർന്ന് അടിഭാഗം ദ്രവിച്ച് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ മരം ഇപ്പോൾ.
മുട്ടത്തറയിലെ ഈ വാടക മുറിയിലേക്ക് സുരേഷ് അപ്പോൾസരിക്കട മാറ്റിയിട്ട് 5 വർഷമാകുന്നു. രാവിലെ മുതൽ ഇരുള് വീഴും വരെ ഈ മുറിയുടെ മുന്നിലാണ് ജോലി. തലയ്ക്ക് മുകളിൽ പതിയിരിക്കുന്നത് അപകടമാണെന്ന് അറിഞ്ഞിട്ടും കട തുറക്കുന്നതിന് കാരണം വയറ്റിപ്പിഴപ്പാണ്. മരം എന്ന് പറഞ്ഞാൽ താഴെ എത്രയും ചെത്തുപോയി, മേളിൽ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നത്. ഇത് വീഴുന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് ഇവിടെ എത്ര പേര് ചാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത്രയ്ക്ക് ഡേഞ്ചറിലായിട്ടാണ് നിൽക്കുന്നത്. ജോലി ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ്. ഈ മരം എപ്പോഴും വന്ന് വീഴുവും എന്നുള്ള ഒരു ടെൻഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. മാക്സിമം മഴയും കാറ്റും വരുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുക. അല്ലെന്ന് വെച്ചാൽ എനിക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരെ കാര്യം കഷ്ടത്തിലാവില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മാറി നിൽക്കും. മുട്ടത്തറ കല്ലുമൂട് ജംഗ്ഷനിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഇലവുമരമുള്ളത്. 1 വർഷം മുന്നേ തന്നെ ഇത് ജീർണാവസ്ഥയിലായതാണ്. ഇതിന് തൊട്ടടുത്തായി ഓട്ടോ സ്റ്റാൻഡുണ്ട്, ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, വീടുകളുണ്ട്. ഇവർ മുമ്പ് ഒരുപാട് തവണ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല. ഈ മഴക്കാലം ഈ മരം അതിജീവിക്കുമോ എന്ന് പോലും സംശയമാണ്. ഇലവുമരത്തിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി കടയുടമകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ആദ്യം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പിന്നീട് പൊതുമരാമത്ത് എഞ്ചിനീയർക്കും കോർപ്പറേഷനും പരാതി കൊടുത്തു. ഒടുവിൽ നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വരെ പരാതിപ്പെട്ടി തുറന്നു. ഉടൻ പരിഹരിക്കാമെന്ന മറുപടി മാത്രമാണ് 3 മാസം മുമ്പ് കിട്ടിയത്. വേനൽ മഴ കൂടി എത്തിയതോടെ പ്രദേശത്താകെ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞുമുക്കി വീഴുമ്പോൾ ഈ ഇലവുമരത്തെ ഓർത്ത് ആധിയോടെ കഴിയുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മുട്ടത്തറയിലെ ഈ ഇലവുമരം ജനങ്ങളുടെ ഒരു സ്വൈരം കെടുത്തിയിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേനൽ മഴയിൽ ഇതാണെങ്കിൽ ഈ കാലവർഷം വരുമ്പോൾ എന്താവും അവസ്ഥയെന്ന് ജനങ്ങൾ പ്രതികരിക്കുന്നു. പേടിച്ചാണ്ടിരിക്കണം. ഈ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ പേടിയാണ്. ആ കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇറങ്ങി കടയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കും. എപ്പോഴാണ് കടയുടെ മുകളിൽ കൂടെ വീടുന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാറി നിൽക്കും. മഴ കാറ്റൊക്കെ പറഞ്ഞിട്ടാണ് കടയ്ക്കകത്ത് കയറി ഇരിക്കണത്. ഇവിടെ ഇത്തിരി മുറിച്ച് കളഞ്ഞിരുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഇത് ഉണങ്ങിയിരിക്കുകയാണ്. ഈ മഴ സമയം കൊണ്ടാകുമ്പോൾ ഇത് അഴുവി പകുതി ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യത. ഇത് പഴയ കെട്ടിടങ്ങളാണ്. എൻ്റെ തന്നെ ഒരു 30 വർഷത്തിന് മുകളിലുണ്ട്. ഞാൻ തന്നെപ്പോൾ എനിക്ക് 52 വയസ്സായി. ആ സമയം മുതൽ ഈ കെട്ടിടമുണ്ട്. ഞാൻ ജനിച്ച സമയം മുതൽ ഇവിടെ ഉണ്ട്. ഞാൻ അപ്പുറത്ത് ആദ്യം വർഷാപ്പായിരുന്നു. ആ സമയം മുതലുള്ള കെട്ടിടമാണ്. ഇതൊക്കെ ഇത് പൊട്ടി ഇതിൻ്റെ അത് വിടുന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം പോയി. ആൾക്കാർ പണി കാണാൻ നിൽക്കണമെന്നില്ല, അതും പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാം പാവപ്പെട്ട ആൾക്കാരാണ്, മനസ്സിലായി. എല്ലാം കൂലിപ്പണിക്കാരാണ്. ഇന്ന് മഴ ചെയ്താൽ ജനമൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം പോലും പോകാനുള്ള സാധ്യതയില്ല. കണ്ടില്ല, അപ്പുറത്തെ തോടുകളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ സംഭവം. സാധാരണ നമ്മൾ ജോലിക്ക് പോകുന്ന നേരത്തെ ഇവിടെ ഒന്നാണ് തങ്ങുന്നത് എല്ലാവരും രാവിലെ ആകുമ്പോൾ. ഇതൊരു വലിയൊരു ഭീഷണിയായിരിക്കുകയാണ്. പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റി തരണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഈ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുക. പല മരങ്ങളും ഈ മഴക്കാലത്ത് ഈ വേനൽ മഴയിൽ കടപുഴകി വീഴുന്ന വാർത്തകൾ നിരന്തരം വായിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എത്രയും പെട്ടെന്ന് ഈ മരം മുറിച്ചു മാറ്റണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അജി പറയുന്നു, പ്രേക്ഷകർക്ക് പ്രതികരിക്കാനുള്ളൊരു ഫോൺ കോൾ പരിപാടി ഉടൻ തുടങ്ങണം SKN. എല്ലാ ദിവസവും നിങ്ങൾ പറയുന്നത് മാത്രം നമ്മൾ കേട്ടാൽ പോരല്ലോ എന്ന് പറയുന്നു. അത് അജി പറയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു പരിപാടിക്ക് സാധ്യതയുണ്ടോ എന്ന കാര്യം നമ്മൾ ആരായാം. അഖിൽ ശങ്കർ പറയുന്നു, മഴ പെയ്യുന്നു, അതുകൊണ്ട് KTU പരീക്ഷ വേണ്ടാന്ന് പറയുന്നു. ഷഹീദ് പറയുകയാണ്, SKN ഈ ഒരു ഇടവേളയായാലോ? പ്രകോപിപ്പിക്കരുത്, ഞാൻ ഇടവേള പറഞ്ഞു കളയും. കുര്യൻ KJ എന്ന അജി, നമ്മുടെ കമൻറ്റുകൾ ഇപ്പോൾ നായർ രാജാവിന് തീരെ പിടിക്കുന്നില്ലെന്നാണ് കുര്യൻ KJ. എൻ്റെ കുര്യ, അങ്ങനെയൊന്നും അല്ല കാര്യം. നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയല്ലേ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. K വസന്തകുമാരി പറയുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. 24-ൻ്റെ ഈ പരിപാടിയിൽ വരുമ്പോഴാണ് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്കാണ്. കേസ് ഡയറി. നാടൊന്നാകെ തടങ്ങിപ്പോയൊരു കേസാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇതിൽ ഇന്ന് ആ യുവതിയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് യുവതി മൊഴി രേഖപ്പെടുത്തിയത്. നടന്നത് വിവാഹ തട്ടിപ്പാണെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യുവതി ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നാകെ മൊഴിയിൽ പറഞ്ഞു. കേസിൽ നിർണായക നടപടിയാണ് ഇന്നുണ്ടായത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP സാജു K എബ്രഹാമിന്റെ ഹർജി പ്രകാരമാണ് കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പറവൂരിൽ നിന്ന് രക്ഷിതാക്കൾക്കൊപ്പമെത്തിയ പെൺകുട്ടി 1.5 മണിക്കൂറോളം വിശദമായി മൊഴി നൽകി. വിവാഹ തട്ടിപ്പാണ് നടന്നതെന്നും ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നും പിതാവ്. ഇപ്പോൾ ഉള്ള കേസന്വേഷണം
നല്ല ദിശയിലാണ് പോകുന്നത്. അതിൽ കോഴിക്കോട് ACP, കമ്മീഷണർ, IG ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ ചെയർമാൻ, ഇതൊക്കെ നല്ല രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നീതിക്കായുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകിയ 24-നും നന്ദിയെന്ന് പിതാവ് പറഞ്ഞു. 24 പോലുള്ള ചാനലുകളാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങളോടുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കേസിൽ നടപടി നേരിട്ട സീനിയർ CPO ശരത് ലാലിനെ പ്രതി ചേർക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി രാഹുൽ P. ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേസ് ഒത്തുതീർപ്പാക്കാൻ രാഹുൽ പെൺകുട്ടിയുടെ അമ്മയുടെ നമ്പറിലേക്ക് നിരന്തരം വിളിക്കുന്നുണ്ട്. വിഷയത്തിൽ മാപ്പില്ലെന്നും ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരം അനുഭവമില്ലാതിരിക്കാൻ രാഹുലിനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മധുവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം കൂടി ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത്, ചാനലുകൾ മഴ വരുമ്പോൾ സർക്കാരിനെ കുറ്റം പറയും, എന്നാൽ വിവരദോഷികളായ നാട്ടുകാർ ഈ മാലിന്യം കൊണ്ട് ഓടകൾ മുഴുവൻ നിറയ്ക്കുമ്പോൾ അവരെ കൂടി കുറ്റം പറയണം. തീർച്ചയായിട്ടും നമ്മൾ കൂടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയൂ. ഈ മധുവിൻ്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല എങ്കിൽ പോലും ഈ മാലിന്യ കൂമ്പാരം കൊണ്ട് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക്, പൊതുനിരത്തിലേക്കൊന്നും വലിച്ചെറിയരുത്. വെള്ളക്കെട്ട് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വന്നാൽ. അപ്പോൾ ഇതോടെ ഇന്നത്തെ ഈ പ്രതികരണവേദി അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.